ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോണത് നമ്മുടെ ഭയങ്കര മ്യൂസിക്കിൻ്റെ വീഡിയോ കൂടുതലാണ്. ഒന്ന് കുറക്കട്ടെ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് കുറയ്ക്കേണ്ടത് കേട്ടോ. ഓഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ച് കിടന്നോട്ടെ, രസം. ശരിക്കും ഇത് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വയ്ക്കാൻ പറ്റുന്നെങ്കിൽ നൈസായിരുന്നാണ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. ഞാൻ ആലോചിച്ചത് ഭാവിയിൽ അങ്ങനെ ഐഡിയ കൊണ്ടുവരുന്ന ഒന്നായിരിക്കും. നോക്കിയിട്ട് കണ്ടില്ല, അങ്ങനെയൊന്നും ഇല്ലയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്കിന്ന് കുറേ പേര് കുറേ സീൻ വരുന്നുണ്ടെന്നാണ് നമ്മുടെ പബ്ജിയിൽ അവരെ ടി പി പിയുടെ എയിം സെറ്റ് ആവാനുള്ള അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ബ്രോ, ഇതൊക്കെ സിമ്പിളാണ്, മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങണം. ഇപ്പം ഞാൻ കളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വലിയ കേടിയൊന്നുമില്ല, എന്നാലും എനിക്കിപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നുണ്ട് കളിയിൽ. നമ്മൾ കളിക്കുന്ന കളിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. നമ്മളിപ്പോൾ 2 കില്ല് എടുത്താൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി കറക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സെറ്റിങ്സിൽ പോവാം. ഈ സെൻസിറ്റിവിറ്റിയിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കളിക്കണവരാണെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പോൾ TPP നോ സ്റ്റോപ്പ് ഉണ്ടല്ലേ, അതൊക്കെ മാക്സിമം ഒരു 50-ലിട്ട് കളിച്ചു തുടങ്ങാം. ഏത് TDM കളിക്കണം. 50-ലിട്ട് TDM കളിച്ചിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഇത് ശരി. നമുക്കിത് മൂവ് ചെയ്യുമല്ലോ നമ്മുടെ TPP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ട്രെയിനിങ്ങിൽ പോവാം. നമുക്ക് വേണം, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാണാം. ട്രെയിനിങ് ഗ്രൗണ്ട്സിലോട്ട് പോയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം അതിൽ നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട, ഇതാണ് TPPൻ്റെ. ഇത് നമ്മളിപ്പോൾ ഒരു എനിമി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുക. അത് പൗഡർ ഇട്ട് കളിക്കണവരൊക്കെ ഉണ്ട്, മറ്റേ ഗ്ലൗസ് ഇട്ട് കളിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഏറ്റവും കുറവിൽ കളിക്കുക. നമ്മൾ ഒരു 50-ലൊക്കെ ആക്കിയിട്ട് കളിക്കുക ആദ്യം. അപ്പോൾ എനിമി വരുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ ഒരു മാക്സിമം ഒരു 4 കൂട്ടാം, മനസ്സിലായില്ലേ? 4 കൂട്ടാം. അപ്പോൾ അവനെ നമ്മൾ റീച്ച് ചെയ്ത എനിമീനെ അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇത് ആ TPPൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടൽ സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്തത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിമി വരുമ്പോൾ നമ്മൾ റെഡ് ഡോട്ട് ഇങ്ങനെ എടുത്തിട്ട് റെഡ് ഡോട്ട് നോക്കൂലേ, റെഡ് ഡോട്ട് നോക്കുമ്പോൾ റെഡ് ഡോട്ട് അടിച്ച് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് എയിം ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ റെഡ് ഡോട്ടും കുറച്ച് കൂട്ടായത് 2 3 മാക്സിമം 5 കൂട്ടരുത്. കുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിപ്പോവും. നമ്മൾ കറക്റ്റിൽ കിട്ടണം. നമുക്ക് കിട്ടണം കറക്റ്റായിട്ട്. ഇതിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് ചെയ്തിട്ട് TDM കളിക്കണം. TDM കളിച്ചാലേ നിങ്ങൾക്ക് എനിമിയായിട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും നമുക്ക്, വെറുതെ നമ്മുടെ സ്മൂത്ത്നെസ് അറിയാത്തുള്ളൂ. അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സെൻസിറ്റീവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ 3x ആയാലും 2x ആയാലും നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നിട്ടാ ഇന്ന് അത്രയും സ്റ്റെബിലിറ്റി കിട്ടും, അത്രേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഭയങ്കര ഷോ പോകണം. നമ്മൾ 3x വരെയാണ്. 3x ഇട്ടടിക്കണം. 3xൽ കുഴപ്പമില്ല. 3xൽ കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3x മാറ്റിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 6x നോക്കാം. 6x എപ്പോഴും ഇത്തിരി പണിയാണ്. അപ്പോൾ 6xൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് കുറച്ച് വെക്കണം. അതിൻ്റെ ഭയങ്കര കുലുക്കണം, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ 6x ഒന്നും അധികം യൂസ് ചെയ്യാറില്ല.
6x മാക്സിമം യൂസ് ചെയ്യുന്നത് തന്നെ കിടന്നൊക്കെ യൂസ് ചെയ്യും. അതും ഈ ഗ്രോസറിയിലൊന്നും യൂസ് ചെയ്യാറില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇതിലൊക്കെ ഭയങ്കര റീകോയിലായിരിക്കുള്ളൂ ഒരു 6x. നമുക്കപ്പോൾ ഇതിലൊക്കെ അവൻ്റെ ഇതിൻ്റെ ഈ ഇപ്പോൾ അടിച്ച ഈ ഗണ്ണിൽ കുറച്ച് കുറവായിരിക്കും. കേട്ടോ, കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആസനത്തിൽ കിട്ടും. ഇതിലും കുഴപ്പമില്ല, നിൽക്കുന്നുണ്ടല്ലോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതേ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ കൺട്രോൾസിൽ, അഡ്വാൻസ് കൺട്രോൾസിൽ ഇതിൽ കണ്ട ഈ TPP എന്ന് പറയുന്ന സംഭവം കണ്ട നിങ്ങൾ? ഇത് കണ്ട ഈ സാധനം ഉണ്ടല്ല, ഇതാണ് മെയിൻ. നമ്മളിത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇത് 81, 82 എൻ്റെ അറിവിൽ 90 ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ കിടക്കണം 82 അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഈ അറ്റത്തെയും ഈ രണ്ട് സ്റ്റാൻഡുകൾ കാണാം, വൈറ്റ് കളർ ആയിട്ടുള്ളത്. ഈ രണ്ടറ്റത്തും ഞാൻ 90 കൊടുക്കാൻ പോകുന്നു. ഓക്കെ, 90 കൊടുക്കുമ്പോൾ നോക്കിക്കോട്ടെ, വേണ്ട കൂടി. അപ്പോൾ എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, 90 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മൂജിയാണ് എനിമി ഉണ്ടെങ്കിൽ. മനസ്സിലായ? നമ്മൾ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്രയും ഇത് കൊടുക്കണ്ട. ഇപ്പം നിങ്ങളിപ്പോൾ ഇതെടുത്തിട്ട് ജസ്റ്റ് 81, 80 കൊടുക്കാം. അപ്പം ഇത്രയും ഉള്ള എനിമീസിനെ നിങ്ങൾ നോക്കണ്ടു. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കളി കളിക്കാം, അതിനനുസരിച്ച് കവറിൽ കളിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ എനിമി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് എനിമിയിലാന്ന് എടുത്തിട്ട് പതുക്കെ കളിക്കാം. അപ്പോൾ നമ്മൾ അത്രയും സ്മൂത്ത് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സെൻസിറ്റിവിറ്റി ഒക്കെ കൂട്ടി കൊടുക്കാം. TPP ഒക്കെ. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഏരിയയും കൂട്ടി കൊടുക്കണം. മനസ്സിലായ? അപ്പോൾ അത് സ്മൂത്ത് ആക്കിയതിന് ശേഷം മാത്രം, അതുവരെ നിങ്ങളിങ്ങനെ കളിക്കുക. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളെപ്പോഴും സ്ലോ ആയിട്ട് പോവാം, സ്പീഡായിട്ടൊന്നും നിൽക്കരുത്. സ്ലോ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് സ്മൂത്താവും കളികൾ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഇത്രയും എൻ്റെ സ്ക്രീനിൽ കാണാൻ എനിക്ക് അറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അവരെ കറക്റ്റായിട്ട് അടിക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈഡ് കൊടുക്കുക. 90 കൊടുക്കണമെങ്കിൽ 90 കൊടുക്കുക. അപ്പോൾ 90 അത്രയും വ്യൂവിൽ കാണുന്ന എനിമീസിൽ നമുക്ക് അടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇത്രയും മതി ഇത് സ്റ്റാർട്ടറിനാണെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ കുറച്ച് TDM ഇട്ട് കളിക്കുക. എന്നിട്ട് നമ്മൾ ഈ FPPയും TPPയും, ഞാൻ TPP ആണ് കളിക്കണത്, TPP തേർഡ് ടൈം. അപ്പോൾ അങ്ങനെ കുറച്ചിട്ട് കളിക്കുക, കൂട്ടി ഇത് നമ്മുടെ കറക്റ്റ് എയിം ഇത് മാത്രം യൂസ് ചെയ്ത് കളിക്കുക. മനസ്സിലായില്ലേ? ഈ ഒരു മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് സ്കോപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഈ മൂവ്മെൻറ്റും സ്കോപ്പും വെച്ച് കളിക്കുക. ഞാനിങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ അടിക്കുന്നു. ഇവിടെ എനിമി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് മൂവ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ അടിക്കണം. അങ്ങനെ കളിക്കുക. അത് കഴിഞ്ഞിട്ട് അത് കറക്റ്റായതിന് ശേഷം, ആ ഒരു സെൻസിറ്റിവിറ്റി കറക്റ്റായതിന് ശേഷം ബാക്കി സ്കോപ്പുകൾ ഉപയോഗിക്കുക. സ്കോപ്പുകൾ എപ്പോഴും നമുക്ക് TDMൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഒരു എയിമിൽ അവർ വന്ന് നിൽക്കും ഇത് കവറിലൊക്കെ. അതിലും പേരും നമുക്കിത് ഇങ്ങനെയുള്ള എയിമുകൾ യൂസ് ചെയ്യാതെ, ഇങ്ങനത്തെ ഫാൻസോ അല്ലെങ്കിൽ വണ്ടികളോ. ഞാൻ കുറേ യൂട്യൂബിലൊക്കെ ഉണ്ട് ഈ ബൈക്കൊക്കെ ഒറ്റയടിക്ക് അടിച്ച് പൊട്ടിക്കാൻ നോക്കണം. 6xലൊക്കെ 6xലോ റെഡ് ഡോട്ടിലൊക്കെ. അങ്ങനെ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും സ്ലിപ്പാവുന്നുണ്ട് TPയിൽ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ നിങ്ങൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് ഫസ്റ്റ് തന്നെ പ്രശ്നമില്ല. ആദ്യം നമ്മുടെ കാര്യങ്ങൾ ഒന്ന് വർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകണം കാര്യങ്ങൾ. മനസ്സിലായില്ലേ? പിന്നെ കറക്റ്റായിട്ട് പോകണതേ ഇവൻ്റെ നെയ്യുന്ന എനിക്ക് ഈ തലയെ കൂടെ മുട്ടിച്ചടിക്കാൻ പറ്റും. ഇങ്ങനെ നോക്കാതെ ഇങ്ങനെയൊക്കെ പതുക്കെ നമ്മുടെ സ്കിൽസ് നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വലിയ കാര്യങ്ങളിൽ നമുക്ക് പോകാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് പോകരുത്. ഇതൊക്കെ 1 വീക്സോ 2 വീക്സോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെഹിക്കിളിനെ അടിക്കാനുള്ള കേപ്പബിലിറ്റി വരും.
നിങ്ങളതിൻ്റെ സ്പീഡ് മനസ്സിലാവും നിങ്ങൾക്ക്, നിങ്ങളുടെ കൈയിൻ്റെ സ്പീഡും ആ വണ്ടി പോകുന്ന സ്പീഡും. അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ എയിം വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പോകും, വണ്ടി കൊണ്ടിരിക്കും. പിന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് സെൻസിറ്റിവിറ്റി, നമ്മുടെ സെറ്റിങ്സ് ഇല്ലേ കൺട്രോൾസിൻ്റെ, അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ മീനിങ്സൊക്കെ ഞാൻ ഇടും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയാം. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.